Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി സെന്റ് ജോർജ് ബസലിക്ക പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളും പുതുഞായറും ഏപ്രിൽ 19 മുതൽ മെയ് 4 വരെ ആഘോഷിക്കും. ഏപ്രിൽ 27, 28 തീയതികളാണ് തിരുനാൾ ദിനങ്ങൾ. തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ബസലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാറ്റൂരിലേക്കുള്ള വിശുദ്ധ തോമസ് ലീഹയുടെ സഞ്ചാരപാതയായാണ് അങ്കമാലി അറിയപ്പെടുന്നത്. വിശുദ്ധ വാരത്തിൽ വിശുദ്ധ തോമസ് ലീഹയുടെ അനുഗ്രഹം തേടി മലയാറ്റൂരിലേക്ക് പോകുന്ന വിശ്വാസികൾ അങ്കമാലി പള്ളിയിലെത്തി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹം തേടുന്നത് പതിവാണ്. ബസലിക്ക പള്ളിയിൽ വടിയെഴുന്നള്ളിച്ച് അടിമയിരിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർ എത്തിച്ചേരാറുണ്ട്. ഈ വർഷത്തെ തിരുനാളിനുള്ള ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണെന്ന് ബസലിക്ക പള്ളി റക്ടറും വികാരിയുമായ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ പറഞ്ഞു. 2006 ഡിസംബർ 31 പുനർനിർമ്മാണം പൂർത്തീകരിച്ച് പ്രതിഷ്ഠിച്ച 2009 ബസിലിക്കയായി ഉയർത്തപ്പെട്ട അങ്കമാലി സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ ബസിലിക്കയുടെ അതിപ്രധാനമായ ദിനങ്ങളാണ് കടന്നു വരുന്നത്. ഈ വർഷത്തെ നമ്മുടെ തിരുനാൾ ആഘോഷിക്കാനിട വരുന്നത് ഏപ്രിൽ മാസം 27, 28 തീയതികളിലും എട്ടാമതും തിരുനാൾ ആഘോഷിക്കാനിട വരുന്നത് മെയ് മാസം 4 തീയതിയുമാണ്. തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവേന പതിവ് പോലെ ദുഃഖശനിയാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്നു. ഈ പള്ളിയുടെ ചരിത്രം പറഞ്ഞാൽ അതിമനോഹരമാണ്. 450 കൂടിയാണ് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യാർത്ഥം ഒരു പുതിയ ദേവാലയം പണിയുവാനായിട്ട് സമൂഹം തീരുമാനിക്കുന്നതും ആദ്യത്തെ ദേവാലയം നിർമ്മിക്കുന്നതും. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ നമുക്കിവിടെ വിശ്വാസികളുടെ സാന്നിധ്യം അതിശക്തമായിരുന്നു കാണാൻ സാധിക്കും. അതിനുള്ള കാരണം കൊടുങ്ങല്ലൂരും പറവൂരും മലയാറ്റൂരും അങ്കമാലിയുടെ പാതയിൽ വരുന്നു. അങ്കമാലിയിൽ കൂടിയാണ് തോമാസ് ലീഹ മലയാറ്റൂർക്ക് പോയതെന്നുള്ള ആ ഒരു വലിയ ചരിത്ര സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ തിരുനാൾ പുതിയ ഞായറാഴ്ചയോട് ചേർത്ത് നിന്നുകൊണ്ട് ആഘോഷിക്കുവാനായിട്ടിട വരിക. ഇവിടെ ആദ്യമായിട്ട് കുടിയേറി പാർത്തത് പാലയൂരിൽ നിന്നുള്ള വിശ്വാസ സമൂഹമാണെന്നാണ് വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ആലങ്ങാട് നിന്നും പൊന്നാനിയിൽ നിന്നും ധാരാളം ക്രിസ്ത്യാനികൾ ഇവിടെ വന്ന് പാർക്കുവാനായിട്ടിട വന്നു. 4-ാം നൂറ്റാണ്ടോടുകൂടി പുതിയ ഒരു ഉണർവ് ഈ പ്രദേശത്തിനുണ്ടായി എന്നുള്ളതാണ്. പുതിയ ഞായറാഴ്ച തിരുനാൾ ഇപ്രകാരം ആഘോഷിക്കുവാനായിട്ട് ഇവിടുത്തെ തിരുനാളുമായിട്ട് ബന്ധപ്പെടുത്താൻ ഇടവന്നതിൻ്റെ കാരണം തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം പേര് മലയാറ്റൂർക്ക് പോകുന്നവർ ഇവിടെ വന്ന് വിശ്രമിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അടിമ വെച്ച് മലയാറ്റൂർക്ക് പോകുന്ന പതിവും തിരിച്ച് ഇതേ പാതയിലൂടെ പോകുന്ന രീതിയുമായിട്ടുണ്ടാകും. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടെ ഇതിനെ ചുറ്റി ഒഴുകുന്ന മാഞ്ഞാലി പുഴയുടെ സാന്നിധ്യമാണ്. ജലമാർഗമുള്ള സഞ്ചാരപാത വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്ര സംഭവം നമ്മളെ പഠിപ്പിക്കുക. വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് വരുമ്പോൾ മങ്ങാട്ട് കുടുംബമാണ് ഇതിന് തൊട്ടടുത്തുണ്ടായിരുന്നത്. അവർ കര ഒഴിവായി നമുക്ക് ഈ പള്ളിക്കുള്ള ഭൂമി കുറ്റിയിട്ട് അതിർത്തി നിശ്ചയിച്ച് തരികയുണ്ടായി. അതിനെ തുടർന്നാണ് പിന്നീട് പല ആ വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് പള്ളികൾ മാറ്റി മാറ്റി പണിയുവാനും 2006 പുതിയ പള്ളി നിർമ്മിച്ച് അത് സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനുമായിട്ട് പ്രതിഷ്ഠിക്കാനും ഇടവന്നു. ഇന്ന് എടത്തുവായ്ക്കും എടപ്പള്ളിക്കും അരുവിത്തറയ്ക്കും മുതലക്കോടത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അനേകം ആളുകൾ ഈ ദേവാലയം സന്ദർശിക്കുവാനും ഇവിടെ വന്ന് മാധ്യസ്ഥ അപേക്ഷിക്കാനും ഇവിടെ വരുന്നു. അതുകൊണ്ട് ധാരാളം പേർക്ക് അനുഗ്രഹങ്ങളുണ്ടാകുന്നു. അവർ വിചാരിക്കുന്ന ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നുള്ള പശ്ചാത്തലവും ഈ ദേവാലയത്തെ സംബന്ധിച്ചുണ്ട്. ഈ വർഷത്തെ തിരുനാളാഘോഷത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ജോബെൽറ്റ് ആറ്റുപുറത്തിൻ്റെ കെയർ ഓഫിൽ അതിൻ്റെ സെക്രട്ടറി പോളച്ചൻ അറയ്ക്കലിൻ്റെയും ഇവിടുത്തെ സഹവികാരിയായിരിക്കുന്ന ആൻസൻ്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഏതാണ്ട് 150ഓളം കമ്മിറ്റി അംഗങ്ങൾ വരുന്ന ഒരു വലിയ സമൂഹമാണ് തിരുനാളിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തോടുകൂടി ഇതിൻ്റെ കമ്മിറ്റികൾ രൂപപ്പെടാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുവാനുമായിട്ടിട വന്നു. ഇന്ന് കഴിഞ്ഞ വർഷത്തെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ജനാവലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തലേദിവസത്തെ അങ്ങാടി പ്രദക്ഷിണമാണ് 27-ാം തീയതി, ഏപ്രിൽ 27-ാം തീയതി അങ്ങാടി പ്രദക്ഷിണമാണ് ഏറ്റവും കമനീയമായിട്ടുള്ളത്. ധാരാളം പേര് അതിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. പിറ്റേ ദിവസം 28-ാം തീയതി ഈ വർഷം നമുക്ക് പട്ടണ പ്രദക്ഷിണമുണ്ട്. അതും വളരെ കളർഫുള്ളായിട്ടുള്ള കമനീയമായിട്ടുള്ള ആർക്കും ആകർഷകമായ അനുഭവം തരുന്ന വലിയ ഒരു ഒരുക്കത്തോടു കൂടിയാണ്, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് നടത്താനിടവരിക. തിരുനാളാഘോഷത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രസ് കോൺഫറൻസിൻ്റെയും വിവിധ മാധ്യമ പ്രവർത്തകരുടെയും സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വന്നു പോകുന്ന വിശ്വാസികൾക്ക് എല്ലാവിധ അറിവും അതിനെക്കുറിച്ചുള്ള പരസ്യവും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരുനാളാഘോഷത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന കൈക്കാരന്മാർ ഷാൻഡു പടയാട്ടി, റിൻസൺ പാറേക്കാട്ടിൽ, വൈസ് ചെയർമാൻ ബാസ്റ്റിൻ പാറയ്ക്കൽ, തുടർന്ന് മറ്റെല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരെല്ലാവരും നേതൃത്വം കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ടും തിരുനാളാഘോഷത്തിന് നിങ്ങളുടെ 100% സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. തിരുനാളിന് മുന്നോടിയായുള്ള നൊവേന ഏപ്രിൽ 19 ആരംഭിക്കും. ഏപ്രിൽ 26 വൈകിട്ട് 6 മണിക്ക് വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂർ തിരുനാളിന് കൊടികയറ്റും. ഏപ്രിൽ 27 തിരുനാൾ കുർബാനയോട് വൈകിട്ടത്തെ കുർബാനകൾക്ക് ശേഷം അങ്ങാടി പ്രദക്ഷിണവും, അങ്ങാടി പ്രദക്ഷിണത്തിന് ശേഷം നമ്മൾ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം ഒരു വലിയൊരു പ്രോഗ്രാമും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാനാജാതി ആൾക്കാരും സംബന്ധിക്കുന്ന പെരുന്നാളായതുകൊണ്ട് അതിവിപുലമായി തന്നെ നമ്മൾ ഈ വർഷവും ആഘോഷിക്കുന്നുണ്ട്. ആട്ടം കലാസമിതിയുടെ ഒരു പ്രോഗ്രാമും കൂടി ഈ വർഷം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 28-ാം തീയതി പട്ടണ പ്രദക്ഷിണം വളരെ ആഘോഷപൂർവ്വം തന്നെ നടത്തുന്നുണ്ട്. ഈ വർഷവും അതേപോലെ തന്നെ നമ്മൾ കൊണ്ടാടാനാണ് ഉദ്ദേശിക്കുന്നത്. അതും എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും അത് ഉണ്ടാകണം. അതുപോലെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന 8-ാം ഇടം വരെയുള്ള ദിവസങ്ങൾ 6 ദിവസങ്ങളിലും നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട്. സമർപ്പിതരുടെ സംഗമം ചൊവ്വാഴ്ച, അതുപോലെ യുവതിയുവാക്കളുടെ ഒരു സംഗമമുണ്ട്. അതുപോലെ തന്നെ ഭക്തസംഘടനകളുടെ സംഗമവും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ 8-ാം ഇടം ഞായറാഴ്ച വർഗീസ് ജോർജ് നാമധാരികളുടെ സംഗമമുണ്ട്. ഇതിലേക്കും എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണം. 27 പുതുഞായർ ദിനത്തിൽ ബസിലിക്കയിലും കിഴക്കേപ്പള്ളിയിലും വിശുദ്ധ കുർബാനകൾ ഉണ്ടാകും. ഏപ്രിൽ 28 തിങ്കളാഴ്ചയാണ് തിരുനാൾ ദിനം. വൈകിട്ട് 4:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ശേഷം ആകർഷകമായ പട്ടണ പ്രദക്ഷിണമുണ്ടാകും. മെയ് 4 8-ാം ഇടം. വാർത്താസമ്മേളനത്തിൽ വികാരിയും റക്ടറുമായ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, സഹവികാരിമാരായ ഫാദർ ആൻസൺ നടുപ്പറമ്പിൽ, ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോബൽറ്റ് ആറ്റുപുറം, ട്രഷറർ പോളച്ചനെടശ്ശേരി, ജോയിന്റ് കൺവീനർ കെന്നഡി കോട്ടയ്ക്കൽ, സെക്രട്ടറി സുനിൽ ചെറുമഠത്തിൽ, വൈസ് ചെയർമാൻ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, കൈക്കാരന്മാരായ ഷാൻഡു പടയാട്ടിൽ, റിൻസൺ പാറേക്കാട്ടിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ റിൻഡോ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.